രാഹുലിന്റെ പാർലമെന്റിലെ അതിക്രമത്തിൽ പരിക്കേറ്റ ബിജെപി എംപിമാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും മുകേഷ് രജ്പുത്തിന്റെയും മൊഴിയെടുത്ത ശേഷം രാഹുലിനെ ചോദ്യം ചെയ്തേക്കും. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വിവരങ്ങൾ. ദേവിക, കഴിഞ്ഞ 19-ാം തീയതിയാണ് പാർലമെന്റ് ശൈത്യകാല സമ്മേളനം. അതിനിടയിൽ രാഹുൽ ഈ പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ നടത്തിയ അതിക്രമത്തിനിടെ ബിജെപിയുടെ മുതിർന്ന 2 എംപിമാർ പ്രതാപ് ചന്ദ്ര സാരംഗി അതോടൊപ്പം തന്നെ മുകേഷ് രജ്പുത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ പിന്നീട് RML ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഈ 2 എംപിമാരുടെയും മൊഴിയെടുക്കാനാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. എംപിമാരെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിജെപിയുടെ അനുരാഗ് ഠാക്കൂർ എംപിയും അതുപോലെ തന്നെ ബാൻസുരി സ്വരാജ് എംപിയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ 2 എംപിമാരുടെയും മൊഴിയെടുക്കുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത്. അതിനുശേഷമാകും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുലിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തുക. ദേവിക, ബിജെപി എംപിമാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും മുകേഷ് രജ്പുത്തിന്റെയും മൊഴിയെടുത്ത ശേഷം രാഹുലിനെ ചോദ്യം ചെയ്തേക്കും. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.